അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഇവിടെ മുഖത്തത്തെ ആ കുരുവിൻ്റെ അതൊക്കെ ഉണ്ടായിരുന്നു, അതപ്പോൾ നമ്മൾ മഞ്ഞളിൻ്റെ അതൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴേ അതൊക്കെ മാറി നല്ല വെളു തന്നെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഗ്ലേസിങ് ഒക്കെ ആയിട്ടുണ്ട്, ഫ്ലഫി ആയിട്ടുണ്ട്. അന്ന് ഫ്ലഫി ആയിട്ടുണ്ട്. നല്ല റിസൾട്ടാണ്. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആകെ ഇരുട്ട് പിടിച്ച് നിൽക്കണ്ടല്ലേ. സമയം 5:30 ആവാറായിരുന്നു. വളരെ നേരം വൈകിട്ടാണ് നമ്മുടെ വീഡിയോ. ഉച്ചയ്ക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ 2 ദിവസം യാത്രയ്ക്കായപ്പോൾ ഒക്കെ ജാക്കി മുഖമൊക്കെ ഭയങ്കര ചെറുമതയായിട്ടായിരിക്കുന്നത്. അപ്പോൾ അത് കുറയുന്നുള്ള പ്രതീക്ഷയിലിരുന്നു. അങ്ങനെ കുറയാനായിട്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങിപ്പോയപ്പോൾ ഒന്നും കൂടി മുഖത്ത് ചെറുമത പോലെയൊക്കെ ആയിട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും ഒരു ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുള്ള അടിപൊളി പാക്കാണ് കേട്ടോ. നമ്മുടെ ഈ ഉരുളൻകിഴങ്ങമ്മ ഇത് ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് മുഖത്ത് ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്യാണ് കേട്ടോ. ഞാൻ ആദ്യം വോയിസ് എടുത്തപ്പോൾ നമ്മുടെ അപ്പുറത്ത് പാട്ട് വെച്ചിട്ട് ഭയങ്കര ശബ്ദമായിപ്പോയി. അപ്പോൾ പിന്നെ വോയിസ് ഓവർ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ആദ്യം മുഖത്തൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഇങ്ങനെ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുത്ത് ഒന്നും കൂടി കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ പാക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളത്. മുഖത്തത്തെ ടാനൊക്കെ മാറാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഈ കുത്തി വെച്ചിട്ട് ബാക്കിയുള്ള ഉരുളൻകിഴങ്ങ് കളയൊന്നും വേണ്ട. ഇതുകൊണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടി നമുക്ക് ഇതിൻ്റെ പിന്നാലെ ചെയ്യാനുണ്ട് കേട്ടോ. ഇതൊരു 10 മിനിറ്റ് നേരം നല്ലപോലെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ഒരു നല്ലൊരു ചുവപ്പ് കളറൊക്കെ നമുക്ക് മുഖത്ത് തന്നെ വരും. അത് വല്ലാണ്ടിട്ട് ഉരച്ചിട്ടൊന്നുമല്ല, പതുക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം നമുക്ക് നേരിട്ട് തന്നെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം നമുക്ക് കേട്ടോ. 10 മിനിറ്റ് ഇല്ലെങ്കിൽ 5 മിനിറ്റ് നേരമെങ്കിലും നമ്മളത് സ്ക്രബ് അങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്താൽ മതി. നമുക്കത് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ മുടിമലിക്കുള്ളൊരു സ്പ്രേ ഇവിടെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് 1 മാസത്തോളമായി നമ്മുടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരിക്കണം, ഒരു കേടും വരില്ല. നമ്മുടെ റോസ്മേരിയും അതുപോലെ തന്നെ ഗ്രാമ്പും പിന്നെ ഉലുവയും കൂടിയിട്ടുള്ള ഒരു എല്ലാതും ഓരോ അളവ് തന്നെ എടുക്കണം കേട്ടോ. ഓരോ ടീസ്പൂൺ അളവ് തന്നെ എടുക്കണം. ചിലർക്ക് റോസ്മേരി തേക്കുമ്പോൾ മുടി കൊഴിച്ചിലുണ്ട്, അത് അളവുകളുടെ വ്യത്യാസം കൊണ്ട് വരുന്നതാണ്. ഇത് സെയിം എല്ലാം കൂടി ഇട്ട് ആക്കി കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലൊന്നും നമുക്ക് വരുന്നില്ല കേട്ടോ. നമ്മുടെ മുടിയൊക്കെ പുതിയതായിട്ട് കിളിർത്ത് വരികയും ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ തിളപ്പിക്കൊന്നും വേണ്ട. ഇതല്ലാതെ ഒരു ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ ഗ്ലാസ് വെള്ളം വേണ്ടു, ഒറ്റ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കുക. പിറ്റേ ദിവസം അത് അരിച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി വയ്ക്കുക കേട്ടോ. അതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ കുപ്പിയിലാക്കി വെച്ചിട്ട് നമ്മൾ കിടക്കണേക്കാളും മുപ്പാട് മുടി ഉണങ്ങണ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ നേരത്തെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാറാകുമ്പോഴേക്കും നമ്മുടെ മുടി ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് തല കുളിക്കാനല്ല അങ്ങനെ ചെയ്തത്. അപ്പോൾ നല്ലപോലെ മസാജൊക്കെ കൊടുത്ത് ഒന്ന് കെട്ടി വയ്ക്കാൻ കേട്ടോ. നമുക്ക് പാക്ക് ഇടണ്ടേ, അതിന് വേണ്ടി കെട്ടി വയ്ക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുളിമട പടഞ്ഞ് ഇടില്ലേ, അതേപോലെ ഇട്ടിട്ട് മുടി ഉണക്കണം കേട്ടോ. തലയിലേക്ക് നല്ലൊരു സ്മെല്ലൊക്കെയാണ്, നല്ല റിസൾട്ടുമാണ് കേട്ടോ ഇതിന്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മുടി വളർന്നൊക്കെ വന്നത് കേട്ടോ. ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ മുടി വളർന്നത്. പിന്നെ നമ്മുടെ വീട്ടിലത്തെ മൈലാഞ്ചി ഉണക്കിയതാണ് കേട്ടോ. ഉണക്കി നമ്മളിവിടെ പൊടിച്ച് വയ്ക്കും. അപ്പോൾ എണ്ണ ഇടാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. നമ്മുടെ ഒറിജിനാലിറ്റി ആണല്ലോ, ഒറിജിനൽ പൊടിയാണ് നമുക്കിവിടെ കിട്ടണത്. കെമിക്കലൊന്നുമില്ല, ധൈര്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ആ പകുതി ഉരുളൻകിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത്. ഇത് മിക്സിയിൽ അടിച്ചിട്ടല്ല കേട്ടോ എടുക്കേണ്ടത്, നമുക്ക് ഇങ്ങനെ ചെയ്ത് എടുക്കേണ്ടതാണ് ഏറ്റവും നല്ലത്. നല്ലപോലെ നമുക്ക് ഇതിലേക്കുള്ള നീര് കിട്ടും. അപ്പോൾ ആ പകുതി മുറി നമ്മൾ കളയണ്ട, ഒറ്റ പകുതി മുറി ഉരുളൻകിഴങ്ങ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പാക്കൊക്കെ നമ്മൾ തയ്യാറാക്കണത് കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, അതുകൊണ്ടാണ് അടിപൊളി റിസൾട്ടും കൂടിയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിന്, ഇന്ന അളവെന്നല്ല, ആവശ്യത്തിന് കടലമാവ് നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. മഞ്ഞൾ വേറെ
ബുദ്ധിമുട്ടുള്ള വരുത്തൊന്നുമില്ല, പുകച്ചില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൽ എനിക്കാണ് മഞ്ഞളിൻ്റെ പ്രശ്നം ഉണ്ടാവാറ്. പക്ഷേ ഇത് നമ്മൾ ഇട്ടപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ഇവിടെ ഉണ്ണിയോൾ വന്നിട്ടുള്ളത് കൊണ്ട് അവരുടെ ചെറിയ ചെറിയ കുസൃതികൾ എന്തൊട്ടാവും ഇത് ചെയ്യണമെന്നുള്ള ധാരണയിലാണ്. അപ്പോൾ ഇവിടെ മോനിവിടെ വായി തുറന്ന് നിൽക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് മഞ്ഞളിൽ നമ്മൾ വിരക്കി നമ്മൾ ചെയ്ത് കൊടുക്കുമല്ലോ, തേൻ ചാലിച്ചിട്ട്, അതാന്ന് വെച്ചിട്ടാണ് കുട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മുഖത്തിടാണ് കേട്ടോ. മുഖത്ത് നല്ലപോലെ തേച്ച് കൊടുക്കുക. കടലമാവ് വലിയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു പരിവം. നമ്മുടെ മുഖത്ത് ഒരു 20 മിനിറ്റ് നേരം ആകുമ്പോഴേക്കും നമ്മുടെ മുഖത്ത് അതിൻ്റെ ഒരു വലിച്ചിൽ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ പാക്ക് ഇട്ടതിന് ശേഷം വർത്താനം പറയാനൊന്നും പാടില്ല കേട്ടോ. മുഖത്ത് നമ്മൾ ചെയ്യണതിൻ്റെ ഇരട്ടി ദോഷം നമുക്ക് വരുത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ മിണ്ടാതിരിക്കുക. അപ്പോൾ അവർ ഉണ്ണികൾ ഇവിടെ നോക്കുകയാണ് എന്തൊട്ട് ചെയ്യണേന്നുള്ളത്. അപ്പോൾ നല്ലപോലെ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആ ഉരുളൻകിഴങ്ങിൻ്റെ അത് വെച്ചിട്ട് ചുണ്ടുമൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുത്തായിരുന്നു ലാസ്റ്റ്. അപ്പോൾ നമ്മുടെ ചുണ്ടിന് നല്ലൊരു ആ ഒരു ഡെഡ് സ്കില്ലൊക്കെ മാറിയിട്ട് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെറുതെ നമ്മുടെ കിഴങ്ങുണ്ടല്ലോ, വെറുതെ കണ്ണിൻ്റെ ഷേപ്പിൽ അങ്ങോട്ട് അരിഞ്ഞിട്ട് കണ്ണും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള ആ കറുപ്പ് കളറ് പോകാനൊക്കെ ആയിട്ട് അത് അടുപ്പിച്ച് ചെയ്യണം. ഒരു ദിവസം കൊണ്ട് മാറുന്നില്ല, അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഇവിടെ മുഖത്തത്തെ ആ കുരുവിൻ്റെ അതൊക്കെ ഉണ്ടായിരുന്നു, അതപ്പോൾ നമ്മൾ മഞ്ഞളിൻ്റെ അതൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴേ അതൊക്കെ മാറി നല്ല വെളു തന്നെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഗ്ലേസിങ് ഒക്കെ ആയിട്ടുണ്ട്, ഫ്ലഫി ആയിട്ടുണ്ട്. അന്ന് ഫ്ലഫി ആയിട്ടുണ്ട്. നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റെ നീര് നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് പോകുന്നു, അത് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഈ കടലമാവും കുറച്ച് ഞാൻ കുറച്ച് മഞ്ഞളിട്ടിട്ടുള്ളൂ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മഞ്ഞൾ പറ്റിയില്ല. പക്ഷേ ഈ പാക്കിൽ മഞ്ഞളിട്ടപ്പോൾ മുഖത്ത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അടിപൊളി പാക്കാണ്. പിന്നെ തല കുളിച്ചിട്ടില്ല, ഞാൻ ആ ഒരു സ്പ്രേ അടിച്ചിരുന്നല്ലോ, അത് നമ്മുടെ ഗ്രാമ്പൊക്കെ കൂടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അത് തല കഴുകാനല്ല, അതിങ്ങനെ മുടി കെട്ടി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് ഇടാൻ വേണ്ടി കെട്ടി വെച്ചതാണ്. ഇനി ആ നനവിൻ്റെ ഒരു ഇതുണ്ട്, അതും കൂടി ഒന്ന് പോയി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കെട്ടി വയ്ക്കാം. അപ്പോൾ അതിന് ഉപ്പാട് വൈകുന്നേരം അടിക്കുന്നേക്കാളും കൂടുതൽ നമുക്ക് അങ്ങനെ ചെയ്തപ്പോഴാണ് കേട്ടോ ഒരു ഗുണമൊക്കെ കിട്ടുന്നത്. അപ്പോൾ മുടിയൊക്കെ നമ്മുടെ വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളാം. അടുത്തൊരു അടിപൊളി കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.